വെൽക്കം ബാക്ക് ഗൈസ്. എല്ലാരും ക്യാമറ ഓൺ ചെയ്തോ? തിരിച്ചു പോരെ. ഹലോ. ഇപ്പോഴാണ് ക്ലാസ്സിലെ ആളായത്. എന്റെ മക്കളുടെ വിചാരം 7:30 ആയിരുന്നു ക്ലാസ് എന്നാണോ? 6:30 ക്ലാസ് ആണെന്ന് ആരും അറിഞ്ഞില്ല. വാട്ട് ഹാപ്പൻഡ് ടുഡേ? ക്ലാസ് ഉണ്ടെന്ന് അറിഞ്ഞില്ല? നോ. യെസ്, ക്ലാസ് ഉണ്ടെന്ന് അറിയാത്ത ആൾക്കാർ ആരൊക്കെയായിരുന്നു? ക്ലാസ് ഉണ്ട് എന്ന് അറിഞ്ഞില്ല ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, കമന്റ് ചെയ്യോ, അങ്ങനെ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ഞാനത് ഇൻഫോം ചെയ്യേണ്ട കാര്യമാണല്ലോ. ഇന്നിപ്പോ നമ്മൾ 2 ചാപ്റ്റർ റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ചാപ്റ്റർ നമ്മളിപ്പോ ഓൾറെഡി കഴിഞ്ഞു. നമ്മുടെ 8th ചാപ്റ്റർ റിവൈസ് ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ 7th. ഓക്കെ, നമുക്ക് എന്തായാലും ചെയ്യാൻ തുടങ്ങാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫീനോളിനെ കോൺസെൻട്രേറ്റഡ് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഫീനോളിനെ ഡൈല്യൂട്ട് HNO3 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടും? വേഗം പറഞ്ഞു. ഡൈല്യൂട്ട് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സബ്സ്റ്റിറ്റ്യൂട്ടഡ് പ്രൊഡക്ട്സ് കിട്ടും. കോൺസെൻട്രേറ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ സൈഡിലും പ്രൊഡക്റ്റ് കിട്ടും. ഓർമ്മയുണ്ടോ? നൈട്രിക് ആസിഡ് വരുമ്പോ NO2 ഗ്രൂപ്പ് ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരാ. ഇത് കോൺസെൻട്രേറ്റഡ് ആണ്, ഇത് ഡൈല്യൂട്ട് ആണ്. അപ്പൊ ഡൈല്യൂട്ടിന്റെ കേസിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഓരോ സ്ഥലത്താണ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുള്ളൂ. ഫീനോൾ പ്ലസ് വേറൊരു ഫീനോൾ, ഇവിടെയും ഇതേപോലെ തന്നെ ഫീനോൾ, എല്ലാ സ്ഥലത്തും സബ്സ്റ്റിറ്റ്യൂഷൻ വരും എന്ന് പറഞ്ഞു. അപ്പൊ NO2 ഗ്രൂപ്പ്സ് എവിടെയൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് പറഞ്ഞോ വർഷ? ഓർമ്മയുണ്ടോ? കോൺസെൻട്രേറ്റഡ് HNO3 വരുമ്പോ എവിടേക്കായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? എങ്ങനെയായിരിക്കും പ്രൊഡക്റ്റ്? എന്തോ? NO2 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 കോൺസെൻട്രേറ്റഡ് അല്ലേ? മെറ്റ, ഓർത്തോ, പാര എല്ലാ പൊസിഷൻസിൽ എന്ത് വരും? NO2ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ വരും. അപ്പൊ നമ്മുടെ ഡൈല്യൂട്ട് ആണെന്നുണ്ടെങ്കിലോ ഓർത്തോ പൊസിഷനിലും പാരാ പൊസിഷനിലും സബ്സ്റ്റിറ്റ്യൂഷൻ വരും. അപ്പൊ എഴുതിക്കോ, ഓർത്തോ പൊസിഷനും പാരാ പൊസിഷൻ ഏതാ? ഓർത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന പൊസിഷൻ. തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ ഓർക്കും, എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വരും. പാരാ പൊസിഷൻ ഓപ്പോസിറ്റ് വരുന്ന പൊസിഷൻ, അതായത് പാര വെക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ ഓർത്തോ നൈട്രോഫീനോളും പാരാ നൈട്രോഫീനോളും ആണ് ഇവിടുത്തെ പ്രൊഡക്റ്റ് വരിക. ഇവിടെ നമുക്ക് 246 ട്രൈനൈട്രോഫീനോൾ, പാരാനൈട്രോ അല്ലെങ്കിൽ പാരാമെറ്റ, ഓർത്തോ എല്ലാ പ്രൊഡക്റ്റും വരുന്ന കാരണം കൊണ്ട് നമുക്ക് 246 ട്രൈനൈട്രോഫീനോൾ എന്ന് പറയാം. വേറൊരു പേരും കൂടി ഉണ്ടായിരുന്നു, അത് ആർക്കും ഓർമ്മയുള്ളേ? 246 ട്രൈനൈട്രോഫീനോൾ ഇസ് ഓൾസോ നോൺ ആസ്, ഓർത്തോയ്ക്ക് ഒരു പ്രത്യേക പേരായിരുന്നു. എല്ലാവരും വന്നിട്ട് ക്യാമറ ഓൺ ചെയ്യാത്ത എന്താ? ക്യാമറ ഓൺ ചെയ്യാത്ത ആരും ക്ലാസ്സിൽ ഇരിക്കണ്ട. യെസ്, പിക്രിക് ആസിഡ്. സാങ്ട പറഞ്ഞു, വരുൺ, ഷംസീന ആൻഡ് ഫർസാന. പിക്രിക് ആസിഡ്. അടുത്ത നോക്കിക്കോ, ഇതാണ്ട നമ്മളിപ്പോ പറഞ്ഞ റിയാക്ഷൻ. ഇപ്പൊ എല്ലാരും എഴുതിയതല്ല, ഇനിയിപ്പോ വീണ്ടും കാണിച്ചു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ഇല്ല. അടുത്ത നോക്കിക്കോ, ആൽക്കഹോൾസ് സൊല്യൂബിൾ ഇൻ വാട്ടർ ഗീവ് റീസൺ. എന്തുകൊണ്ടാണ്? ആൽക്കഹോൾസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിലും പറഞ്ഞു. അതായത് ആൽക്കഹോളിന് വളരെ ഈസി ആയിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റും. ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ബോണ്ട് ആണ്. നമുക്കൊരു സാധനത്തിന് ബോയിൽ ചെയ്യുക അല്ലെങ്കിൽ സൊല്യൂബിളൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താണ്? നമുക്ക് ആ ബോണ്ടിനെയൊക്കെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? നമുക്കത് ബ്രേക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്ക് അവിടെ വന്നേക്കണ ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ട് ആണ്. അപ്പൊ ഈസിലി സൊല്യൂബിൾ ആവില്ല. അങ്ങനെയാണ് ആൽക്കഹോൾസിന്റെ കേസിൽ സൊല്യൂബിലിറ്റി ഉണ്ടാവാനുള്ള റീസൺസ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. സോറി കേട്ടോ, പറഞ്ഞു വന്നപ്പോ തിരിഞ്ഞു. ആൽക്കഹോൾസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ വാട്ടറിന്റെ കേസിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ HOH ആണ്. ആൽക്കഹോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരും OH ആണ്. അപ്പൊ ഈസി ആയിട്ട് രണ്ടുപേർക്കും ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന കാരണം കൊണ്ട് സൊല്യൂബിൾ ആവും. ഓക്കെ, ഞാൻ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യം പറഞ്ഞു വന്നത്. ഓക്കെ, ഹൈഡ്രജൻ ബോണ്ട് വന്നിട്ട് ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് പെട്ടെന്ന് തിളപ്പിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ കുറെ ടെമ്പറേച്ചർ കൊടുക്കേണ്ടി വരും. ആ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, ആദിദേവേ
ആൽക്കഹോൾസിനാണോ ആൽഡിഹൈഡ്സിനായിരിക്കോ ബോയിലിംഗ് പോയിന്റ് കൂടുതല്? പോടാ, ആൽക്കഹോൾസിന്. എടാ ആൽക്കഹോൾസിന് അതൊക്കെ പറഞ്ഞു വന്നത്, അതായത് ആൽക്കഹോൾസ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും, അതുകൊണ്ടാണ് അവർ സൊല്യൂബിൾ ആവണത്. പക്ഷെ അങ്ങനെ സൊല്യൂബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബോയിലിംഗ് പോയിന്റ് കൂടും. പിന്നെ എനിക്ക് അതിനെ തിളപ്പിക്കണം എന്നുണ്ട്. എന്താ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്? എല്ലാ മോളിക്യൂൾസ് സെയിം ടെമ്പറേച്ചറിൽ വന്നിട്ട് ബോയിൽ ചെയ്യുന്ന പോയിന്റ്. ഓക്കെ, അതാണ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ബോയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പറയുന്ന ഈ ബോണ്ടിനൊക്കെ അതിന് ബ്രേക്ക് ചെയ്യാൻ പറ്റണമെന്ന്. ഓക്കെ, അങ്ങനെ എല്ലാ ബോണ്ടിനെയും ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൊല്യൂബിൾ ആയിട്ടിരിക്കുന്ന ആൾക്കാരെ എനിക്ക് ബ്രേക്ക് ചെയ്യണ്ടേ? ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ടിനെ എനിക്ക് ബ്രേക്ക് ചെയ്യണ്ടേ? അപ്പൊ സൊല്യൂബിളൈസ് ആയി എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല, എനിക്ക് സ്ട്രോങ് ബോണ്ടിനൊക്കെ ബ്രേക്ക് ചെയ്താലാണ് ബോയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്ന കാരണം കൊണ്ട് സൊല്യൂബിലിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് നല്ലതാ. ഓക്കെ, അത് സൊല്യൂബിളൈസ് ആയിക്കോളും. പക്ഷെ ബോയിലിംഗ് പോയിന്റിന്റെ കാര്യത്തിൽ നമുക്കതൊരു ഡിഫിക്കൽട്ടി ആണ്. ഓക്കെ, നമ്മുടെ ബോയിലിംഗ് പോയിന്റ് കൂടും ഹൈഡ്രജൻ ബോണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. വാട്ട് ഇസ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് മദ്യം നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഇത്രയും കണ്ടെയ്നറിൽ ഉണ്ടായ മദ്യം മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് അൺഫിറ്റ് ആക്കി കളയുക. അതായത് അതിന്റെ പർട്ടിക്കുലർ എക്സ്പയറി ടൈമോ അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിൽ എന്തെങ്കിലും പ്രശ്നമോ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സെറ്റ് ഓഫ് എല്ലാ ആൽക്കഹോൾസിനെയും നമ്മൾ നശിപ്പിച്ച് കളയും. ദാറ്റ് പ്രോസസ് ഇസ് കോൾഡ് ഡീനാച്ചുറേഷൻ. അപ്പൊ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഫിറ്റ് ആക്കുന്ന പ്രോസസ്. ഓക്കെ, നമ്മൾക്ക് കുടിക്കാൻ പറ്റാത്ത പോലെ ആക്കുന്ന പ്രോസസ്, അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ആക്കുന്ന പ്രോസസ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് കോപ്പർ സൾഫേറ്റ് ആൻഡ് പിരിഡിൻ. പിരിഡിൻ ഗീവ്സ് എ വെരി ബാഡ് സ്മെൽ. കോപ്പർ സൾഫേറ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, ഒരു കഷായം ഗ്രീഷ്മയൊക്കെ ഉണ്ടായിരുന്നു. കഷായം ഗ്രീഷ്മ യൂസ്ഡ് കോപ്പർ സൾഫേറ്റ് ടു കിൽ ഹർ ഹസ്ബൻഡ്. അറിയോ? എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് പുതിയ പ്രശ്നങ്ങളായി. അതിന് നിങ്ങൾക്ക് ആരും കോപ്പർ സൾഫേറ്റ് തരാനൊന്നും പോണില്ല. പിന്നെ നിങ്ങൾ ചെന്നാൽ മതി കോപ്പർ സൾഫേറ്റ് ചോദിച്ചിട്ട്. കോപ്പർ സൾഫേറ്റ് ആണ് അന്നത്തെ പ്രശ്നമായിരുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഡീനാച്ചുറേഷനിൽ ഈ കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് കുടിക്കാൻ പറ്റില്ല എന്ന് ചത്തു എന്നായി പറഞ്ഞു വന്നത്. പിരിഡിന് അതിനൊരു ബാഡ് സ്മെല്ലും കൊടുക്കും, കോപ്പർ സൾഫേറ്റ് അതിനെ ടോക്സിക് ആക്കി മാറ്റും. ഓക്കെ, അത് ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞത്. അടുത്ത എഴുതിക്കോ. എത്തനോളിന്റെ പ്രിപ്പറേഷൻ ഫ്രം മൊളാസസ് ഇമ്പോർട്ടന്റ് ആണ്. എഴുതി വെച്ചോ. പ്രിപ്പറേഷൻ നമ്മൾ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യുന്നത്? മാനുഫാക്ചേർഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് ഷുഗർ. ഷുഗറിനെ ഫെർമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ഷുഗറിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? മൊളാസസ്. നമ്മുടെ അടുത്ത് അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഷുഗർ കെയിനോ മൊളാസസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഈ പറഞ്ഞ എല്ലായിടത്തും നമ്മൾ ഷുഗറിനെ ഒബ്റ്റെയിൻ ചെയ്യും. ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താ? സുക്രോസ് ആണ്. സുക്രോസിൽ ആരാ ഉള്ളത്? നിങ്ങൾ പഠിച്ചതാ ബയോമോളിക്യൂൾസ്. സുക്രോസിൽ ആരൊക്കെയാ ഉള്ളത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ഓക്കെ, യെസ്, ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. അപ്പോ ആ ഗ്ലൂക്കോസും ഫ്രക്ടോസിനെയും ഞാൻ ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമിന്റെ പ്രസൻസിൽ ഫെർമെന്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? എത്തനോൾ കിട്ടുന്നത്. എത്തനോളിന്റെ കൂടെ കാർബൺ ഡയോക്സൈഡും കിട്ടും. ഓക്കെ, അപ്പോ C6H12O6 അതിന്റെ സ്റ്റെപ്സ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നവർ അങ്ങനെ പഠിക്കുക. അല്ലാത്തവർ എന്ത് എഴുതാ? ഇങ്ങനെയെങ്കിലും എഴുതി വെക്കുക. ഇപ്പൊ 1 മാർക്ക് ക്വസ്റ്റൻ ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ആവശ്യമുള്ളൂ. ഗ്ലൂക്കോസ് പ്ലസ് C6H12O6 ഫ്രക്ടോസ്. അതിന് മുമ്പ് ഇവിടെ സുക്രോസ് എന്ന് കാണിക്കണം. സുക്രോസ് എന്ന് പറഞ്ഞാല് C12H22O11. ഇനി അതിനെ അവിടെ എഴുതണില്ല, സ്ഥലം ഇല്ലാത്ത കാരണം കൊണ്ട്. ഇതിനെ ഞാൻ ഇൻവേർട്ടേസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാ. ഇൻവേർട്ടേസ്. അപ്പൊ എനിക്ക് ഇവിടെ C2H5OH എത്തനോളും കിട്ടും, അതുപോലെ തന്നെ CO2 കാർബൺ ഡയോക്സൈഡും കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ് വെൻ എത്തനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് at 443 കെൽവിൻ. C2H5OH നെ ഞാൻ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് ട്രീറ്റ് ചെയ്യാണ് 443 കെൽവിനില്. എന്തായിരിക്കും എന്റെ പ്രൊഡക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. എന്റെ പ്രൊഡക്റ്റ് വിൽ ബി ഈഥൈൻ. ഓക്കെ, ഈഥൈൻ ആണ് എന്റെ പ്രൊഡക്റ്റ്. അതെങ്ങനെയാണ് കിട്ടുന്നത്? ദേ നോക്കിയടാ, അതെ, ഈ OHും ഇവിടുന്ന് ഒരു H കൂടെ പോയിട്ട് C2H4 കിട്ടും, അല്ലെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2 കിട്ടും. ഓക്കെ, അതെങ്ങനെ കിട്ടുന്നത്? വാട്ടർ മോളിക്യൂള് റിമൂവ് ആയി പോയി, ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ.
ഇത്രയും ഹയർ ഒരു ടെമ്പറേച്ചർ അല്ലേ കൊടുക്കുന്നത്. ആ വെള്ളം ആവിയായി പോവില്ലേ? ഇത്ര ഉണ്ടായിട്ടുള്ളൂ. തല ഉണ്ടാക്കാൻ മാത്രം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ? ഇല്ല, എഴുതണോര്. എഴുതി കഴിഞ്ഞ എഴുതണവരുടെ എന്താണ് ക്യാമറ ഓഫ് ഒക്കെ ഉള്ളത് ക്ലാസ്സില്? ഓക്കെ, ഓക്കെ നിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. റെയ്മൻ ടൈം ആൻഡ് റിയാക്ഷൻ, വില്യംസൺ സിന്തസിസ് ആൻഡ് കോൾബീസ് റിയാക്ഷൻ. റെയ്മൻ ടൈം ആൻഡ് റിയാക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫീനോളിനെ എടുത്തിട്ട് ക്ലോറോഫോം CHCl3 ആയിട്ട് ട്രീറ്റ് ചെയ്തു NaOH പ്രസൻസിൽ. അപ്പൊ നമുക്ക് അതിനുശേഷം അസിഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് സാലിസിലാൽഡിഹൈഡ് കിട്ടും. ഓക്കെ, ഫീനോൾ എടുത്തു. ഈ ചാപ്റ്ററിന്റെ പേരെന്താ? ആൽക്കഹോൾസ്, ഫീനോൾസ് ആൻഡ് ഈതേഴ്സ്. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് എന്തിന്റെ റിയാക്ഷൻസാ? ഫീനോളിന്റെ ഒക്കെ റിയാക്ഷൻസ്. ഒന്നില്ലെങ്കിൽ ആൽക്കഹോളിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ ഫീനോളിന്റെ റിയാക്ഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ പഠിക്കാൻ പോണത്. അപ്പൊ റീമൻ ടൈം ആൻഡ് റിയാക്ഷനിൽ ഞാൻ ഫീനോളിനെ എടുത്തിട്ട് ക്ലോറോഫോം എന്ന് പറഞ്ഞാൽ CHCl3 ആയിട്ട് ട്രീറ്റ് ചെയ്തു NaOH പ്രസൻസിൽ. അപ്പൊ എനിക്കൊരു എന്താ ഒരു ഇന്റർമീഡിയറ്റ് പ്രൊഡക്റ്റ് കിട്ടി. അതായത് ഈ Hന് പകരം അവിടെ Na+ വന്നു. അതുപോലെ തന്നെ ഒരു പ്ലേസിൽ നമുക്ക് CHCl2 കിട്ടി. CHCl2 എവിടെന്നാ വന്നത്? CHCl3 വന്നതാണ്. ഓക്കെ, ബാക്കി ഒരു 2 ഹൈഡ്രജൻ പോയി. അതിനുശേഷം കിട്ടിയ ഇന്റർമീഡിയറ്റിന് ഞാൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. NaOH കൂടെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ബെൻസീൻ റിങ്ങില് ഫീനോളിന്റെ കൂടെ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പും കൂടെ കിട്ടി. അതിനെ ഞാൻ വിളിക്കുന്ന പേരാണ് സാലിസിലാൽഡിഹൈഡ്. ബെൻസീൻ റിങ്ങില് ഒരു OH ഗ്രൂപ്പും CHO ഗ്രൂപ്പും ഒരുമിച്ച് വരുമ്പോൾ വിളിക്കുന്ന പേരാണ് സാലിസിലാൽഡിഹൈഡ്. അപ്പൊ എന്തായിരുന്നു സാലിസിലിക് ആസിഡ്? ബെൻസീൻ റിങ്ങില് OHും അതിന്റെ കൂടെ തന്നെ ഒരു COOH ഗ്രൂപ്പും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാലിസിലിക് ആസിഡ്. വില്യംസൺ സിന്തസിസ് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈതറിന്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. നമുക്ക് 2 രീതിയിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെ? മിക്സഡ് ഈതേഴ്സ് ഉണ്ട്, സിമ്പിൾ ഈതേഴ്സ് ഉണ്ട്. സിമ്പിൾ ഈതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 സൈഡിലും സെയിം ആൽക്കൈൽ ഗ്രൂപ്പ്. ഇപ്പൊ CH3 ആണെങ്കിൽ CH3 തന്നെ ROR എന്ന് വരുന്നതാണ് സിമ്പിൾ ഈതേഴ്സ്. അപ്പൊ മിക്സഡ് ഈതേഴ്സ് എന്ന് പറഞ്ഞാലോ ROR'. രണ്ടും നമുക്ക് വില്യംസൺ സിന്തസിസിൽ ചെയ്യാം. അപ്പൊ വില്യംസൺ സിന്തസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡിനെ സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. C2H5ONa എന്ന് പറഞ്ഞാൽ അതിന്റെ സോഡിയം ആൽക്കോക്സൈഡ് ആണ്. അതിനെ ഞാൻ ആരായിട്ട് ട്രീറ്റ് ചെയ്തു? എന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഹാലൈഡ് ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെയും വന്നേക്കണ ആൽക്കൈൽ ഗ്രൂപ്പ്സ് സെയിം ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു സിമ്പിൾ ഈതർ ആണ്. അപ്പൊ എനിക്ക് എന്താ പ്രൊഡക്റ്റ് കിട്ടാം? C2H5O C2H5. ഓക്കെ, ഇപ്പൊ ഇവിടെ ഞാൻ എടുത്തത് C2H5ഉം ഇവിടെ ഞാൻ എടുത്തത് CH3 ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്ന ഒരു മിക്സഡ് ഈതർ ആണ്. അത്രേ ഉള്ളൂ. ഇത്ര വലിയ കോംപ്ലക്സ് പ്രിപ്പറേഷൻ ഒന്നല്ല. ഓർത്തെടുത്ത് അമർന്നു പോയ ആൾക്കാരൊക്കെ വില്യംസൺ സിന്തസിസിൽ സോഡിയം ആൽക്കോക്സൈഡ് യൂസ് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡ് യൂസ് ചെയ്യുന്നു. ആ സോഡിയം ആൽക്കോക്സൈഡിൽ എടുക്കുന്നതും അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡിൽ എടുക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈതേഴ്സ് ഇരിക്കുക. ഓക്കെ, എഴുതുന്ന ആൾക്കാർ എഴുതിക്കോ. എഴുതണവര് ഞാൻ മാറ്റാൻ പോകുമ്പോ എന്റെ അടുത്തൊന്ന് പറയാ, മിസ് എഴുതുന്നുണ്ട്, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുഖം നോക്കിയിട്ട് മനസ്സിലാക്കണം. ബാക്കി എഴുതാത്തവര് അറ്റ്ലീസ്റ്റ് അത് വായിച്ചൊരു 2 പ്രാവശ്യം തലയിൽ കയറ്റി. നിങ്ങൾക്ക് പിന്നെ വേറൊരു ടൈം ഇതിനു വേണ്ടി കണ്ടുപിടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ക്ലാസ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ മാക്സിമം യൂസ്ഫുൾ ആക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞ ആൾക്കാർ ഇപ്പൊ എല്ലാവരും എന്താ അങ്ങനെയൊന്നും ഇല്ല. എന്തായാലും ഞാൻ നിങ്ങളുടെ മാർക്കൊക്കെ കണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞ ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്തായാലും. അപ്പൊ കുറച്ചു പേരുടെ മാർക്ക് നല്ലതാണ്, ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണത് വേറെ കാര്യം. അപ്പൊ ഈ പഠിച്ചു കഴിഞ്ഞിട്ടില്ലാത്ത ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് ഈ ടൈം എഴുതണില്ല, അല്ലെങ്കിൽ എഴുതി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഈ റിയാക്ഷൻ ഇപ്പൊ വായിച്ചാൽ അല്ലെങ്കിൽ അവിടെ എഴുതി കഴിഞ്ഞ് നിങ്ങളുടെ തലയിലിരിക്കും. നിങ്ങൾ മറ്റേ
ഒബാമേനേക്കാളും തിരക്കുള്ള ആൾക്കാരാണല്ലോ. ഒരു സമയം കിട്ടി അപ്പൊ തന്നെ ആർക്കെങ്കിലൊക്കെ മെസ്സേജ് അയക്കണം, 2 റീല് കാണണം. അവിടെയാണല്ലോ അറ്റൻഡൻസ് ഇമ്പോർട്ടന്റ് ആയിട്ടിരിക്കുന്നത്. എടാ +2 ഇപ്പൊ കഴിയും, ഒരു മാസം കൂടെ, 2 മാസം കൂടെ കഷ്ടി. 2 മാസം ഇല്ല, ഇപ്പൊ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇരുന്ന് റീല് കണ്ടോ, മടുക്കും നിങ്ങൾക്ക്. ഞാൻ പറയുന്നു മടുക്കും വീട്ടിലിരുന്നിട്ട്. ഓക്കെ, നെക്സ്റ്റ് റിയാക്ഷൻ കോൾ ബേസ് റിയാക്ഷൻ. കോൾ ബേസ് റിയാക്ഷനിൽ നമ്മൾ എന്താ നേരത്തെ പറഞ്ഞത്? നമ്മള് ഇപ്പൊ ഇവിടെ ഫീനോളിന്റെ കേസിൽ നമ്മൾ കോൾ ബേസ് ഇലക്ട്രോലിസിസ് ആണ് പറഞ്ഞത്. ഇത് കോൾ ബേസ് റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫീനോളിനെ എടുത്തിട്ട് NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സോഡിയം സോൾട്ട് കിട്ടും. അതിനുശേഷം ഞാൻ അതിന്റെ ഇലക്ട്രോഫിലിക് റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാണ്. എന്തിന്റെ പ്രസൻസിൽ ഞാൻ അവിടെ ചെയ്യുന്നത്? CO2 and H. അപ്പൊ എന്റെ ബെൻസീൻ റിംഗിൽ എനിക്ക് എന്ത് കിട്ടും? ബെൻസീൻ റിംഗിൽ ഫീനോളിന്റെ കൂടെ, ഫീനോളിന്റെ കൂടെ എനിക്ക് COOH, അതായത് സാലിസിലിക് ആസിഡ് കിട്ടും. ഈ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ റെയ്മർ ടൈമൻ റിയാക്ഷൻ, സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ കോൾ ബേസ് റിയാക്ഷൻ. കോൾ ബേസ് റിയാക്ഷനിൽ നിങ്ങൾ സോഡിയം സോൾട്ട് പ്രിപ്പയർ ചെയ്തിട്ട് കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. കോൾ ബേസ് ഇലക്ട്രോലിസിസിൽ നിങ്ങൾ എന്താ ചെയ്തത്? വാട്ടർ ആഡ് ചെയ്തിട്ട്, സോഡിയം സോൾട്ടിൽ കുറച്ച് വാട്ടർ ആഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാർബണും കൂടെ കൂടുതലുള്ള എന്താ കിട്ടുന്നത്? എഴുതി വെച്ചോ? അതാ പറഞ്ഞു. ഇതിപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതിപ്പോ എന്തിനാ ഇങ്ങനെ പോക്കിയാലും പറയണേന്ന്. ഇപ്പൊ കോൾബേ എന്നൊരു വാക്ക് കേട്ടപ്പോ ഇത് രണ്ടും ഞാനിപ്പോ കണക്ട് ചെയ്ത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇത് പഠിക്കുന്നതിന്റെ കൂടെ അതും കൂടെ ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെറ്റിക്കില്ല. അല്ലെങ്കിൽ ഇതിന്റെ കൂടെ അത് എഴുതി വെക്കുക, അതിന്റെ കൂടെ ഇത് എഴുതി വെക്കും. അല്ലെങ്കിൽ നിങ്ങൾ കറസ്പോണ്ടിങ് കറക്റ്റ് ചാപ്റ്ററിനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, കോൾ ബേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നത് എന്റെ ഫീനോൾസിന്റെ ചാപ്റ്ററിലാണ്. അപ്പൊ ഫീനോളിന് സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്നതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ പഠിച്ചോ, പക്ഷെ നിങ്ങൾ കറക്റ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്ട് ചെയ്ത് തെറ്റിക്കാത്ത രീതിയിൽ പഠിച്ചോണം. ഇത് തെറ്റിക്കും. ഇത് എഴുതി കഴിഞ്ഞോ? ആവശ്യമുള്ള ആൾക്കാരുടെയൊക്കെ ഇല്ല എഴുതി. ഓക്കെ, ഒന്നും കൂടെ പറയണമെന്നാണോ? കോൾ ബേസ് റിയാക്ഷൻ. എടാ കോൾ ബേസ് റിയാക്ഷന് പ്രത്യേകിച്ചൊന്നുമില്ല. NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഫിനോക്സൈഡ് അയോൺ കിട്ടും. അതായത് ഈ H മാറിയിട്ട് അതിന് പകരം Na എന്ന് കിട്ടും. ഓക്കെ, അതിനാണ് ഫിനോക്സൈഡ് അയൺ എന്ന് പറയുന്നത്. അതിന് ഞാൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യാണ്. CO2ഉം അതുപോലെ തന്നെ ഹൈഡ്രജനും യൂസ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് എന്റെ ബെൻസീൻ റിംഗില് ഫിനോൾ, അതായത് OH ഗ്രൂപ്പ്, ആ OH ഗ്രൂപ്പിന്റെ കൂടെ COOH കൂടെ കിട്ടും. കമ്പയർ ചെയ്ത് പറഞ്ഞതാണ് വേണ്ടത്. കോൾ ബേസ് ഇലക്ട്രോലിസിസിൽ നമ്മൾ എന്താ ചെയ്തത്? കോൾ ബേസ് ഇലക്ട്രോലിസിസ് നേരത്തെ പറഞ്ഞത് കേട്ടില്ലേ? അതായത് നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സോഡിയം സോൾട്ട് എടുത്തു, അതിന് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു, കറണ്ട് പാസ് ചെയ്തു, ഇലക്ട്രോലിസിസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ CH3 COONA ആണെന്ന് വിചാരിക്കും. ഓക്കെ, അതിന്റെ കൂടെ ഞാൻ 2 വാട്ടറിന് ആഡ് ചെയ്തു, ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ കിട്ടാൻ പോകുന്നത് CH3 ആയിരിക്കും. അതായത് ഇവിടെ എടുത്തേക്കണ R ഗ്രൂപ്പ് ഒരെണ്ണം കൂടി എടുത്ത് എഴുതാനല്ല ഞാൻ പഠിപ്പിച്ചത്. അതായത് 1 മോർ കാർബൺ കൂടുതലുള്ള ആൽക്കെയിനെ കിട്ടുന്നു. അത് കോൾ ബേസ് ഇലക്ട്രോലിസിസിൽ, ഇത് കോൾ ബേസ് റിയാക്ഷൻ. ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ആദ്യം തന്നെ സോഡിയം സോൾട്ടിന് പ്രിപ്പയർ ചെയ്തു, അല്ലെങ്കിൽ ഫിനോക്സൈഡ് അയോണിന് പ്രിപ്പയർ ചെയ്തു, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ചെയ്തു. അപ്പൊ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടും. അതായത് ഫിനോളിന്റെ കൂടെ COOH ഗ്രൂപ്പും കൂടെ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇതിപ്പോ പറഞ്ഞ റിയാക്ഷൻ ആണ്. ആദ്യം ഞാൻ പറഞ്ഞൊരു റിയാക്ഷനിലുള്ള ഒരു റിയാക്ഷൻ ആണ്. എക്സ് വേഗം പറഞ്ഞോട്ടാ. എന്തോ ഒരു സാധനത്തിന് ഞാൻ CHCl3 ആയിട്ട് NaOHന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ഈ പേര് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും അയ്യോ ഞങ്ങൾക്ക് അറിയാത്തൊരു സാധനമാണല്ലോ എന്ന്. ഇതിന്റെ പേരെന്താ? സാലിസിലാൽഡിഹൈഡ്. ഓക്കെ, അപ്പൊ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സാധനം? ഫീനോൾ. അതാ ഞാൻ പറഞ്ഞത് ഈ ചാപ്റ്ററിന്റെ പേര് വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കുക. ഫീനോളിനെ അല്ലേ ഞാൻ ക്ലോറോഫോമും NaOH ആയിട്ട് ട്രീറ്റ് ചെയ്തപ്പോ എനിക്ക് സാലിസിലാൽഡിഹൈഡ് കിട്ടിയത്. അപ്പൊ എന്റെ എക്സ് എന്ന് പറയുന്നത് ഫീനോൾ, ബെൻസീൻ റിംഗില് OH. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഹൗ വിൽ യു കൺവേർട്ട് ഫീനോൾ ടു ബെൻസീൻ? ഒരു സിമ്പിൾ പ്രോസസ് ഉണ്ട്. ഫീനോളിനെ എന്തോ ഒരു സാധനമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല്
എന്തോ ഒരു സാധനമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ബെൻസീൻ കിട്ടും. എപ്പോഴും ഓർക്കേണ്ട ഒരു സാധനം. യെസ്, സിങ്ക് ഡസ്റ്റ്. സിങ്ക് ഡസ്റ്റ്. ഓക്കെ, കുറച്ച് സിങ്ക് പൊടിച്ചത് ആഡ് ചെയ്യാ ഫിനോളില്, ഹീറ്റ് ചെയ്യാ, അപ്പൊ എനിക്ക് ബെൻസീൻ കിട്ടൂന്ന്. ഇത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടില്ല എവിടെ. ഇതൊന്നും മറക്കരുത്. അറിയാത്ത ആൾക്കാരെ വേഗം എഴുതിട്ട് എന്താ ക്യാമറ ഓഫ് കൂടുതൽ കൂടി വരുന്നത്? എന്താ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോ ക്യാമറ ഓഫ് കൂടോ? അങ്ങനെയാണോ? ആദിദേവേ, റിയാൻ, അമർനാഥ്, ഞാൻ ഇങ്ങനെ ഇരിക്കാം നിങ്ങൾ ഓരോരുത്തരെ ക്യാമറ ഓൺ ആക്കാൻ വിളിക്കാനായിട്ട്. ഇതാണല്ലോ പണി. ഓക്കെ, ഇത് കഴിഞ്ഞോ? ഇല്ല. എന്താ ബാക്കിയുള്ളവർ എഴുതുന്ന സമയത്ത് മറ്റുള്ളവർ ഇത് വായിക്കി ഒരു 2 പ്രാവശ്യം റിയാക്ഷൻ തലേ കയറ്റ്. സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ, സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷൻ. NaOH CHCl3 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സാലിസിൽ ആൽഡിഹൈഡ് ആണെങ്കിൽ NaOHും CO2ഉം H ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് സാലിസിലിക് ആസിഡ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഗീവ് വൺ എക്സാമ്പിൾ ഈച്ച് ഫോർ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി ആൽക്കഹോൾസ്. അതുപോലെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി ആൽക്കഹോൾസിന് ഞാൻ എങ്ങനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യും? സാൻഡ്ര പറഞ്ഞോ, ഒരു എക്സാമ്പിൾ പറഞ്ഞേ പ്രൈമറി ആൽക്കഹോളിന്. പറഞ്ഞു, ഏതെങ്കിലും ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് പറ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. യെസ്, അർജുൻ പറഞ്ഞോ. സാൻഡ്ര, CH3. പച്ചനില്ല എന്നാ കമന്റ് ചെയ്യട്ടോ. ആദിദേവ് വേണ്ട. ശിശു പറഞ്ഞേ ഒരു പ്രൈമറി ആൽക്കഹോൾ. ഓക്കെ സാൻഡ്ര, കുഴപ്പമില്ല. ഒരു പ്രൈമറി ആൽക്കഹോൾ. ആശിഷ്. അൺമ്യൂട്ട് ചെയ്ടാ. നീ എങ്ങടെ പോയേണ്? അമർനാഥ് ആൻസർ പറഞ്ഞേ, ഒരു പ്രൈമറി ആൽക്കഹോളിന് എക്സാമ്പിൾ. RCH2OH അല്ലെ? ഈ R എന്ന് പറയുന്നത് ആര് വേണമെങ്കിലും ആവാം. ഇപ്പൊ C2H5 അല്ലെങ്കിൽ CH3 ഏത് വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ സെക്കൻഡറി ആണെങ്കിലോ C2H5 ട്വൈസ് CHOH. ടെർഷറി ആണെങ്കിൽ C2H5 ത്രൈസ് COH. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇനി പ്രൈമറി, സെക്കൻഡറി, ടെർഷറിനെ നമ്മൾ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് ലൂക്കാസ് ടെസ്റ്റ് വെച്ചിട്ട്. ലൂക്കാസ് റിയേജന്റ് എന്ന് പറഞ്ഞാല് കോൺസെൻട്രേറ്റഡ് HCl-ന്റെയും അൺഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡിന്റെയും മിക്സ്ചർ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എന്റെ കയ്യിൽ 3 ടെസ്റ്റ് ട്യൂബ് ഉണ്ട്. ഓക്കെ, 1 2 3. ഓക്കെ, ഇതിൽ ഏതൊക്കെയോ ഒരെണ്ണം പ്രൈമറി ആണ്, ഒരെണ്ണം സെക്കൻഡറി ആണ്, ടെർഷറി ആണ്. ഇവരെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് 3ലേക്കും ഞാൻ ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്തു. ഓക്കെ, ഇതിൽ ഏതാ പ്രൈമറി ഏതാ സെക്കൻഡറി ടെർഷറി എന്ന് എനിക്ക് അറിയില്ല. 3ലേക്ക് ഞാൻ ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്തു. ലൂക്കാസ് റിയേജന്റ് ആഡ് ചെയ്ത് അപ്പൊ തന്നെ ടെർബിഡിറ്റി അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേറ്റ്, ഒരു ക്ലൗഡി അപ്പിയറൻസ് കാണിക്കുകയാണെങ്കിൽ അവർ ടെർഷറി ആൽക്കഹോൾസ് ആണ്. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾസ് അപ്പൊ എന്ത് കാണിക്കുക? അപ്പൊ അതിനകത്ത് ടെർബിഡിറ്റി ഒന്നും കാണാണ്ടായി കഴിഞ്ഞപ്പോ ഞാൻ രണ്ടും എടുത്ത് ചൂടാക്കി. ബാക്കി ഉണ്ടായ 2 ടെസ്റ്റ് ട്യൂബ് എടുത്ത് ഞാൻ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഒരാൾ 5 മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ടെർബിഡിറ്റി കാണിച്ചു. ഓക്കെ, കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ടെർബിഡിറ്റി കാണിച്ചു. അത് നെക്സ്റ്റ് ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ. പിന്നെ ഇതൊന്നും കാണിക്കാത്ത ഒരാളുണ്ട്, അപ്പൊ അതാണ് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആൽക്കഹോൾ. ഓക്കെ,
ഇതാണ് അതിന്റെ റിയാക്ഷൻസ് വരുന്നത്. വേണ്ട ആൾക്കാർ എഴുതിയാൽ മതി. വാട്ട് ഇസ് ക്യുമീൻ? ക്യുമീൻ എന്തായിരുന്നു? ഒരു പേര് നിങ്ങൾ പറയാറുണ്ടായിരുന്നു എന്റെ അടുത്ത്. ക്യുമീൻ എന്താ ക്യുമീൻ എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു 1-2 പേര്. എല്ലാവർക്കും അറിയില്ല. അറിയുന്ന ആൾക്കാരൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിഞ്ഞിട്ടൊന്നല്ല നിങ്ങൾ കമന്റ് ചെയ്യാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നേ. ഒരു ബെൻസീന്റെ മുമ്പിൽ എന്തോ ഒരു സാധനം വന്നിട്ട് ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. യെസ് ഷംസീന. ഐസോപ്രൊപ്പൈൽ ബെൻസീനെയാണ് നമ്മള് ക്യുമീൻ എന്ന് പറയണത്. ഓക്കെ, അതായത് ഒരു ബെൻസീൻ റിങ് വരയ്ക്കുക, ആ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഒരു CH കൊടുക്കുക, അതിന്റെ മുകളിൽ ഒരു CH3 കൊടുക്കുക, അതിന്റെ ഇപ്പുറത്ത് ഒരു CH3 കൊടുക്കുക. ഈ സാധനത്തിനെയാണ് നമ്മൾ ക്യുമീൻ എന്ന് പറയുക. ഓക്കെ, ഈ സാധനത്തിനെയാണ് നമ്മൾ ക്യുമീൻ എന്ന് പറയുക. പിന്നെ ഇതിനകത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹൗ ഇസ് ഫീനോൾ പ്രിപ്പയർഡ് ഫ്രം ക്യുമീൻ? അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെയാണ് നിങ്ങൾ ഫീനോളിനെ പ്രിപ്പയർ ചെയ്യാന്ന്. അപ്പൊ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ അല്ലെങ്കിൽ നമ്മുടെ ക്യുമീനെ എടുക്കുക, അതിനകത്തേക്ക് ഓക്സിജൻ ആഡ് ചെയ്യുക. ഇത് ഞാൻ ക്ലാസ്സിൽ 100 വട്ടം പറഞ്ഞു തന്നിട്ടുണ്ടായി. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഓക്സിജൻ ഇതിന്റെ ഇടയിൽ കയറും. അപ്പൊ എന്റെ ബെൻസീൻ റിങ് അവിടെ കാണില്ല അല്ലെ. എന്റെ ബെൻസീൻ റിങ്ങിൽ എന്താ ഉള്ളത്? CH, CH3, CH3. ഓക്കെ, ഞാൻ പറഞ്ഞു ഇവിടെ ഇതിന്റെ ഇടയിൽ ഓക്സിജൻ കയറും. അപ്പൊ O2 ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ബെൻസീൻ റിങ്ങില് സ്ഥലമില്ല, വേറെ എവിടെ സ്ഥലമുള്ള CH, CH3, CH3. ഞാൻ പറഞ്ഞു ഇവിടെയാണ് എന്റെ ഓക്സിജൻ കയറാൻ പോകുന്നത്. അപ്പൊ ഞാൻ O2 ആയിട്ട് ട്രീറ്റ് ചെയ്യാണ്. അപ്പൊ എന്റെ ബെൻസീൻ റിങ്ങില് ഇങ്ങനെ വരും, COOH, CH3, CH3. ഇനി എന്താ സംഭവിക്കുക? ഞാൻ ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യാണ്. H3O+ അല്ലെങ്കിൽ ആസിഡോ അല്ലെങ്കിൽ H2O ആയിട്ട് ട്രീറ്റ് ചെയ്ത് ഞാൻ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? എന്റെ ഫീനോൾ ബെൻസീൻ റിങ്ങില് OH കിട്ടും, പിന്നെ ബാക്കി CH3, CO, CH3. ഇനിയാണ് എന്റെ പ്രൊഡക്റ്റ് കിട്ടാൻ പോണത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട 2 സ്റ്റെപ്പ് ഉള്ളൂ. ഈ ഓക്സിജൻ അതിന്റെ നടുക്ക് കയറ്റി എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഫീനോളിനല്ലേ വേണ്ടത്. പിന്നെ വലിയ തല ഉണ്ടാക്കാനൊന്നും പോകണ്ട, ആൻസർ ഫീനോളിനോട് എഴുതി വെക്കുക. നിങ്ങളുടെ അതല്ലേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത്, ക്യുമീന്ന് ഫീനോൾ ഉണ്ടാക്കാനല്ലേ പറഞ്ഞേക്കണത്. പിന്നെ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഈ പ്രൊഡക്റ്റ് എഴുതാനാണ്. അതിനുള്ള കാര്യവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ജസ്റ്റ് ആ ഹൈഡ്രജനെ നീക്കിയിട്ട് 2 ഓക്സിജൻ അതിന്റെ ഇടയിൽ കയറ്റി വെക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തി? ഇവിടെയല്ലേ എത്തിയത്? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഫീനോളിന് എങ്ങനെയാണ് നമ്മൾ ബെൻസീൻ ഉണ്ടാക്കണേ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇത് സാലിസിൽ ആൽഡിഹൈഡിന്റെ പ്രിപ്പറേഷൻ. ഇതെല്ലാവർക്കും എഴുതാൻ കിട്ടിയിരുന്ന കാര്യമല്ലേ? ഇതിന്റെ ഈ സാധനത്തിന് മാർക്കണ്ട കേട്ടോ, ZnO. ഓക്കെ, അടുത്ത നോക്കിക്കോ. ഫീനോൾ ഓൺ ട്രീറ്റ്മെന്റ് വിത്ത് ബ്രോമിൻ CS2 carbon disulfide at low temperature give 2 isomeric monobromopheenols X and Y. അതായത് ഫീനോൾ എന്ന് പറഞ്ഞൊരു സാധനം, അതായത് എന്റെ ബെൻസീൻ റിങ്ങില് OH വരുന്ന സാധനമാണല്ലോ ഫീനോള്. ആ ഫീനോളിന് ഞാൻ Br2 ആയിട്ട് ട്രീറ്റ് ചെയ്തു CS2ന്റെ പ്രസൻസിൽ വെരി ലോ ടെമ്പറേച്ചറിൽ. അപ്പൊ എനിക്ക് X എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കിട്ടി, Y എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റും കിട്ടി. ഓക്കെ, യെസ്. അതിനുശേഷം ഞാൻ ഫീനോളിനെ എടുത്തിട്ട് ഞാൻ ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി, സെഡ്. അപ്പൊ എന്റെ അടുത്ത് പറയുകയാണ് ഐഡന്റിഫൈ X, Y and Z. വേഗം എല്ലാരും ചെയ്തോ. ഈ സാധനം ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞു തന്നു. Y എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ പറയാൻ പറ്റും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താന്ന് ചോദിച്ചു, സോറി സെഡ് എന്താന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ ഉത്തരം പറയും. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം അത് വൈറ്റ് കളറിലാണെന്ന് നിങ്ങൾക്ക് അറിയില്ല, അതൊരു പ്രസിപ്പിറ്റേറ്റ് ആണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, യെസ്. വേഗം ആൻസേഴ്സ് ഇട്ടോ എല്ലാവരും കേട്ടോ. എല്ലാവരും തന്നെ ചെയ്തിട്ട് ഇതിന്റെ ആൻസർ എനിക്ക് കമന്റ് ചെയ്ത് തരണം കേട്ടോ. എല്ലാവരും ചെയ്ത് എനിക്ക് ഇതിന്റെ ആൻസർ ആരുടെയും കിട്ടാത്തത് പറ്റില്ല, എല്ലാവരുടെയും വേണം. റാം എനിക്ക് ആൻസർ പറഞ്ഞു തരണം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ Xും Yയും എനിക്ക് റാം പറഞ്ഞുതരും.
സെക്കൻഡ് എനിക്ക് അർജുൻ MP പറഞ്ഞു. വേഗായിക്കോട്ടെ. എക്സും വൈയും റാം പറഞ്ഞുതരും, സെഡ് അർജുൻ പറഞ്ഞുതരും. വേഗം ചെയ്തോട്ടാ. വരുൺ അതിന്റെ കൂടെ എക്സും വൈയും സെഡും കൂടി ഇട്ടോളൂ കേട്ടോ, എന്നാലും ലിങ്ക് ക്ലിയർ ആവുള്ളൂ ഏതാണ് ഏത് എന്നൊക്കെ ഉള്ളത്. യെസ്, വൈ എഴുതിക്കോ, സെഡ് എഴുതിക്കോ. ഓക്കെ, യെസ്. റാം ഇനി ഉത്തരം പറഞ്ഞോ. കറക്റ്റ് അല്ല, നീ പറഞ്ഞോ, തെറ്റിക്കോട്ടെ. ഫീനോളിനെ എടുത്തു അല്ലേ? ഞാൻ എന്തായിട്ട് ട്രീറ്റ് ചെയ്തത്? ബ്രോമിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു. എന്തിന്റെ പ്രസൻസില്? കാർബൺ ഡൈസൾഫൈഡിന്റെ പ്രസൻസില്. അപ്പൊ എനിക്ക് ഐസോമറിക് ആയിട്ടുള്ള 2 മോണോബ്രോമോ ഫീനോൾസ് കിട്ടും എന്ന് പറഞ്ഞു. ഐസോമറിക് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം സ്ട്രക്ചറും അവരുടെ പൊസിഷനിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നത് അല്ലെ. മോണോബ്രോമോ ഫീനോൾസ് എന്ന് പറഞ്ഞാലോ, ഫീനോളില് ഓരോ ബ്രോമിൻ ഗ്രൂപ്പ് വരുന്ന ആൾക്കാര് അല്ലെ, അതല്ല മോണോബ്രോമോ ഫീനോൾസ് എന്ന് പറയുന്നത്. ഇനി പറഞ്ഞോ എക്സും വൈ എന്താന്നുള്ളത്. ഫീനോളില് മോണോബ്രോമോ ഫീനോൾ. അപ്പൊ ഞാൻ 2 ഫീനോളിനെ വരച്ചിരുന്നു. ഇതിന്റെ 2 പൊസിഷൻസിൽ നീ എനിക്ക് പറഞ്ഞു തരണം ബ്രോമിൻ വരുന്നത്. അതാണല്ലോ അതിന്റെ പ്രൊഡക്റ്റ്. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഓർത്തോ പാരാമെറ്റ അല്ലെ. ഓർത്തോ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള പൊസിഷൻ അല്ലെ. നമ്മൾ ഓർക്കാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. അതുപോലെ ഓപ്പോസിറ്റ് ഇരിക്കുന്നവർ എപ്പോഴും നമുക്ക് പാരകളും ബുദ്ധിമുട്ടുകളായിട്ടാണ് വരിക. അപ്പൊ ഓപ്പോസിറ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ പാരാ പ്രൊഡക്റ്റ്, ഇത് ഓർത്തോ പ്രൊഡക്റ്റ്. അപ്പൊ ഓർത്തോ ബ്രോമോ ഫീനോൾ, പാരാ ബ്രോമോ ഫീനോൾ. ഓക്കെ, ഇങ്ങനെ എഴുതിയാ പോരാ, ഇവിടെ വായിച്ചൊന്നും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, അർജുൻ MP സെക്കൻഡിന്റെ ആൻസർ പറഞ്ഞേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫീനോളിനെ എടുത്തു, ബ്രോമിൻ വാട്ടർ ആയിട്ട് ട്രീറ്റ് ചെയ്തു. Br2H2O എന്നോ അല്ലെങ്കിൽ ബ്രോമിൻ വാട്ടർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിക്കോ. അപ്പൊ എന്താ കിട്ടാ? 2,4,6 ട്രൈബ്രോമോ. അതിന്റെ കളർ എന്താന്നാ പറഞ്ഞത്? വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്. ഓക്കെ, 2,4,6 ട്രൈബ്രോമോ. BR തന്നെയല്ലേ? സോറി BR ആണ് കേട്ടോ ഇവിടെ. ഞാൻ BR ആണ് എന്നുള്ള കോൺഫിഡൻസിലാണ് എഴുതിയത്. ഓക്കെ ഫർസാന, BR ആണ്. ഫീനോളില് ബ്രോമിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് വരുന്നത്. ഓക്കെ, കഴിയുമ്പോ പറയട്ടാ. ഓക്കെ, എല്ലാവരുടെയും അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. What is wood spirit? What is denaturation of alcohol? What is power alcohol? wood spirit പാടെ നിൽക്കട്ടെ. ആശുഷിക്ക് ഉത്തരം പറഞ്ഞേ. എന്താണ് ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായി. എടാ നീ പഠിക്കുന്നില്ല, നീ ഉഴപ്പാണ് വല്ലാണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പറ, ഡീനാച്ചുറേഷൻ ഓഫ് ആൽക്കഹോൾ. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ. കഷായം ഗ്രീഷ്മയുടെ കഥയൊക്കെ ഞാൻ പറഞ്ഞില്ലേ? നീ പറ. എന്തോ ഒരു സാധനം ആഡ് ചെയ്തിട്ട് അതിന് അൺഫിറ്റ് ആക്കുന്നു കഴിക്കാൻ, വേറെ എന്തോ ഒരു സാധനം ആഡ് ചെയ്തിട്ട് അതിന്റെ മണം നശിപ്പിക്കുന്നു. 2 സാധനങ്ങളെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഡീനാച്ചുറേഷന്. നീ ഒരു ഹലോ പറഞ്ഞേ. എടാ ചെവി അടിച്ചു പോയതാണോന്ന് അറിയാൻ വേണ്ടിട്ട്. എനിക്കൊന്നും കേൾക്കാൻ പറ്റണില്ല. നീ ഒന്നും മിണ്ടാത്ത എന്താ?
നിന്റെ സൗണ്ട് കേൾക്കാൻ തോന്നിട്ട് എനിക്ക്. ശരി, ഇനി പറ. കോപ്പർ സൾഫേറ്റും പിരിഡിനും. ഓക്കെ, പിരിഡിൻ ഒരു ഫൗൾ സ്മെല്ലിംഗ് ആയിട്ടുള്ള സാധനമാണ്. കോപ്പർ സൾഫേറ്റ് അതിന്റെ കളറ് നശിപ്പിക്കും, കളറും അതുപോലെ തന്നെ ടോക്സിക് ആക്കി മാറ്റും. ഓക്കെ, അതെ. വുഡ് സ്പിരിറ്റ് എന്താണ്? വുഡ് സ്പിരിറ്റ് ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടോ? അർജുന് ഓർമ്മ ഉണ്ട് തോന്നുന്നു. അർജുൻ MP തലയാട്ടി. എടാ, വുഡ് സ്പിരിറ്റ് ഏത് ആൽക്കഹോളിനെയാണ്? യെസ്, മെത്തനോൾ. മെത്തനോളിനെയാണ് നമ്മൾ വുഡ് സ്പിരിറ്റ് എന്ന് പറയാ. അതുപോലെ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺഫിറ്റ് ഫോർ ഡ്രിങ്കിങ് ആക്കുന്ന പരിപാടിനെയാണ് നമ്മൾ പറയുന്നത്. കോപ്പർ സൾഫേറ്റും പിരിഡിനുമാണ് നമ്മൾ ആഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ആൽക്കഹോൾ എന്താണെന്ന്. പവർ ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എന്താ പറയാ, നമ്മുടെ ഒരു പെട്രോളിന്റെ ഒരു തന്നെ ഒരു കുറച്ചും കൂടെ ഒരു ഹയർ എനർജി ജനറേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മിക്സ്ചർ ആണ്. അപ്പൊ അതിനകത്ത് ഉണ്ടാവുക പെട്രോൾ, എത്തനോൾ ആൻഡ് സ്മോൾ amount ഓഫ് ബെൻസീൻ. ഓക്കെ, പെട്രോള്, എത്തനോള്, പിന്നെ കുറച്ച് ബെൻസീൻ. ഓക്കെ, ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹയർ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ ഹയർ എനർജി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേസുകളിലാണ് നമ്മൾ പവർ ആൽക്കഹോൾസ് യൂസ് ചെയ്യുക. ഇടയിൽ എഴുതി വെക്കി, പെട്രോളും എത്തനോളും. ബെൻസീൻ ഓർക്കാൻ നമുക്കറിയാം, ഇപ്പൊ ഓർഗാനിക്കിന്റെ എല്ലാ ഭാഗത്തും ബെൻസീൻ ഉണ്ട്, അതുപോലെ ഇതിനകത്തും കുറച്ച് ബെൻസീൻ ഉണ്ട്, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ക്യാമറ ഓഫിന് മാത്രം ഒരു കുറവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എന്തുകൊണ്ടാണ് ആൽക്കഹോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഫീനോൾസ് മോർ അസിഡിക് ആവണത്? എന്തുകൊണ്ടാ? എടാ, നമുക്ക് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. ആൽക്കഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അലിഫാറ്റിക് ആയിട്ടുള്ളത് അല്ലെ. ROH എന്ന് പറയുന്നതാണ് ആൽക്കഹോൾ. AROH എന്ന് പറയുന്നതാണ് ഫീനോൾ. ഇവിടെ ഒരു ബെൻസീൻ റിംഗ് വരും, ഇവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണ് വരാ. ഇവിടെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണോടാണ് അല്ലെ. നമ്മുടെ OH പോയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്യുന്നത് sp3 ഹൈബ്രിഡൈസ്ഡ് കാർബണാണ്. ഇവിടെ എന്തായാലും ഒരു sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആയിരിക്കും. അതായത് S ക്യാരക്ടർ കൂടുതലായിരിക്കും, അസിഡിക് നേച്ചർ കൂടുതലായിരിക്കും. അപ്പൊ എന്റെ മക്കൾ എഴുതി വെച്ചോ, ഫീനോൾ ആണ് ആൽക്കഹോൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ മോർ അസിഡിക് ആവണത്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആൽക്കഹോൾസിൽ OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തത് sp3 കാർബണോട് ആണെന്നുണ്ടെങ്കിൽ ഫീനോളിൽ അത് sp2 കാർബണോടാണ്. അതുപോലെ തന്നെ എസ് ക്യാരക്ടർ കൂടുന്നു, അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. അങ്ങനെ വരുമ്പോ ഹയർ, നമ്മുടെ ഫീനോൾസിനേക്കാളും ഹയർ ആയിട്ട് നമ്മുടെ OH ബോണ്ടിന്റെ ക്ലീവേജ് നടക്കുന്നത് അവിടെയാണ്. ഓക്കെ, അതുകൊണ്ട് ഫീനോൾ ഇസ് മോർ അസിഡിക് ദാൻ ആൽക്കഹോൾസ്. എടാ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ലേ? sp3 എന്ന് പറയുമ്പോൾ ഇതിനകത്ത് 33% ആണ് എസ് ക്യാരക്ടർ ഉണ്ടാവുക. അല്ല സോറി, 25%. sp2 എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കറിയാം 33% എസ് ക്യാരക്ടർ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എസ് ക്യാരക്ടർ കൂടി. എസ് ക്യാരക്ടർ കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി. അപ്പൊ എന്റെ OH ബോണ്ട് പെട്ടെന്ന് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മോർ അസിഡിക് ആണ്. അങ്ങനെയാണ് എന്റെ ഫീനോൾ മോർ അസിഡിക് ആവണത് എന്നുള്ളത് മനസ്സിലാക്കാൻ എല്ലാവർക്കും അറിയില്ലേ? അത് ഡൗട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എന്തുകൊണ്ടാണ് എസ് ക്യാരക്ടർ കൂടിയെന്നൊക്കെയുള്ള ഡൗട്ട്? ആ ഫീഫ, നിനക്ക് ഡൗട്ട് ഉണ്ടോ? എന്താണ് എസ് ക്യാരക്ടർ കൂടിയെന്ന്? പറ, ഡൗട്ട് ഉണ്ടോ നിനക്ക്? ഇല്ല, ശരി. ഡൗട്ട് ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഡൗട്ട് ഉണ്ടെങ്കിലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. പിന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട കാര്യമാണ് ഫീനോളിന്റെ ഒരു റെസൊനൻസ് അല്ലെ. ആ റെസൊനൻസ് ഇന്ന് നമുക്ക് ക്ലിയർ ആണ്. റെസൊനൻസ് സ്ട്രക്ചർ ഒക്കെ ഏതെങ്കിലും സാഹചര്യത്തിൽ ചോദിച്ചാൽ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇലക്ട്രോൺസ് ഉള്ളിലേക്ക് വരിക,
അത് കാണിക്കേണ്ടത് സെന്ററിലേക്കാണ്. ബോണ്ട് സെന്ററിന്ന് ബ്രേക്ക് ചെയ്തിട്ട് കോർണറിലേക്കാണ് കാണിക്കേണ്ടത്. ഇലക്ട്രോൺസ് ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നെഗറ്റീവ് ചാർജ് കാണിക്കണം. ഇപ്പൊ ഇവിടെ ഇലക്ട്രോൺ വന്നിരിക്കുമ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് കാണിക്കാം. പിന്നെ ഇത് ഇവിടെ വന്ന് ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ പിന്നെ ബോണ്ട് വരും. പിന്നെ ഇത് ബ്രേക്ക് ആയി കോർണറിലേക്ക് വരും. അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇതറിയില്ലേ എല്ലാവർക്കും റെസൊണൻസ് സ്ട്രക്ചർ ഒക്കെ? അടുത്ത നോക്കിക്കോ. The most acidic alcohol among the following. ഇതിനകത്ത് ഏതാണ് മോർ അസിഡിക് ആയിട്ടുള്ള ആൽക്കഹോൾ? അതുപോലെ 4-നൈട്രോഫീനോളിന്റെ സ്ട്രക്ചർ വരയ്ക്കണം. ഏതാണ് മോർ അസിഡിക് ആൽക്കഹോൾ? CH3OH ആണോ, C2H5OH ആണോ, അതുപോലെ തന്നെ CH3OH ആണോ? സി ആണെന്ന് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ആൻസേഴ്സ് ആരെങ്കിലും ഉണ്ടോ? വേറെ ആർക്കും ഉത്തരമില്ല പറയാൻ. റിയാൻ ഉത്തരം പറഞ്ഞ. റിയാൻ, ഇതിലേതാണ് മോർ അസിഡിക് ആയിട്ടുള്ള ആൽക്കഹോൾ? അസിഡിക് ആവാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ആ ബോണ്ട് ബ്രേക്ക് ആയി പോവാൻ പറ്റുന്ന ആൾക്കാർ. ഇത്രയും എനിക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. ജോഫിൻ ഒന്ന് പറഞ്ഞു നോക്കിയേ, ഏതായിരിക്കും? C2H5OH ആണോ, C3H7 ആണോ, CH3OH ആണോ? യെസ്, ഫർസാന. ഏതാ? CH3OH ആണ്. കാരണം ഏറ്റവും ചെറിയ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് CH3 എന്ന് പറയുന്നത് അല്ലെ, അതുകൊണ്ടാണ്. ഓക്കെ, ഇനി 4-നൈട്രോഫീനോൾ പറഞ്ഞോ, ആരാ പറയാ? ഫർസാന പറഞ്ഞോ 4-നൈട്രോഫീനോളിന്റെ സ്ട്രക്ചർ. ഫീനോളിനെ ഞാൻ വരച്ചുതരാം. പാരാ പൊസിഷനിൽ വരണം. അപ്പൊ 1, 2, 3, 4. ഇതിപ്പോ ഇവിടുന്ന് നമ്പർ ഇട്ടാലും ഇവിടുന്ന് നമ്പർ ഇട്ടാലും അങ്ങനെ തന്നെ വരും. അപ്പൊ പാരാ പൊസിഷനിൽ NO2. ഇങ്ങനെയാണ് 4-നൈട്രോഫീനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദി ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ ഫ്രം മൊളാസസ്. ഞാൻ പറഞ്ഞെന്ന കാര്യമായിരുന്നു, അത് എനിക്ക് ആരും പറഞ്ഞുതരാം. റിപ്പീറ്റ് എനിക്കൊന്ന് പറഞ്ഞുതരണം. മൊളാസസിന്ന് എങ്ങനെയാണ് നമ്മൾ എത്തനോളിനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. ഒന്നാ ബുക്ക് മറിച്ചിട്ട് എനിക്ക് പറഞ്ഞേ. സാൻഡ്ര, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നോ നോക്കിയേ. പറ്റണില്ല, ഒന്നുകൂടെ നോക്കിയേ. ബിനി പറഞ്ഞോ, എങ്ങനെയാണ് നമ്മൾ എത്തനോൾ ഉണ്ടാക്കിയത് മൊളാസസിന്ന്? എന്താ? കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാം, പറഞ്ഞു. എന്ത് ചെയ്യണെന്ന്? എന്തായിട്ട്? സുക്രോസ് ഒബ്റ്റെയിൻ ഫ്രം ദ മൊളാസസ് ഞാൻ ഇൻവേർട്ടേസ് എന്ന് പറഞ്ഞ എൻസൈം ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ കറസ്പോണ്ടിങ് എത്തനോളും കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറ്റും എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ? ഓക്കെ, ഓർമ്മ വന്നു ഇപ്പോ? യെസ്. ഷംസീന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞേ. ആരോമാറ്റിക് ഈതേഴ്സ് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഓർത്തോ പാരാ പൊസിഷൻസിലാണ് കൂടുതൽ കാണിക്കുക. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺ ഡെൻസിറ്റി എവിടെയാ കൂടുതല്? ഓർത്തോ പാരാ പൊസിഷൻസില്. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോഫൈൽസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ് ആണ് അല്ലെ? അതാ പറഞ്ഞത്. ഒരു ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കേണ്ട കാര്യമുള്ളൂ. ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്തുകൊണ്ട് ഓർത്തോ പാരാ പൊസിഷനിൽ നടക്കണമെന്നല്ലേ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ഓക്കെ, എന്തുകൊണ്ടാണ് ഇലക്ട്രോഫിലിക് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഫൈൽസ് വരുന്ന റിയാക്ഷൻസ് ആണ്. അപ്പൊ ഇലക്ട്രോഫൈൽസ് ഓർത്തോയിലും പാരയിലും വരണമെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടാവും.
ഇലക്ട്രോൺ റിച്ച് പൊസിഷൻസ് എന്ന് പറയുന്നത് ഓർത്തോ പാര പൊസിഷൻസ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ എഴുതാൻ പറ്റുന്ന വേറെ കുറെ കാര്യങ്ങളുണ്ട്. റെസൊണൻസ് എഫക്ട് ഉണ്ട്. അങ്ങനെ വരുമ്പോ അവിടേക്ക് അങ്ങനെ അവിടെ കൂടുതൽ എന്താ പറയാ ഇലക്ട്രോൺ ക്ലൗഡ് കൂടുതൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ OH ഗ്രൂപ്പ് കൂടുതൽ ആക്റ്റീവ് ആവുന്നത് അവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വേറെ കാര്യങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ ക്ലൗഡ് ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള പൊസിഷൻസ് എന്ന് പറയുന്നത് ഓർത്തോ പാര പൊസിഷൻസ് ആണ്. അതുകൊണ്ടാണ് ഇലക്ട്രോഫൈൽസ് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വേറെ എവിടേക്കെങ്കിലും പൊക്കൂടെ, അല്ലാണ്ട് അവര് സ്പെസിഫിക് ആയിട്ടാണ് വരണമെങ്കിൽ ഒരു റീസൺ വേണ്ട. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഒരു ഫീനോൾ ഉണ്ട്. ഫീനോൾ ഞാൻ സിങ്ക് ഡസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാ, ഹീറ്റ് ചെയ്യാ, എന്താ കിട്ടുക? സാങ്ക്ട പറഞ്ഞോ, എന്താ കിട്ടുക? പ്രൊഡക്റ്റ് എ പറഞ്ഞോ. ബെൻസീൻ ആണ് കിട്ടുക. ഓക്കെ, ബാദിംസ് അടുത്ത പറഞ്ഞോ. അപ്പൊ എനിക്ക് എന്റെ എ പ്രൊഡക്റ്റ് കിട്ടിയിട്ടാ, ബെൻസീൻ ആണെന്ന് പറഞ്ഞു. ഇനി ആ എ പ്രൊഡക്റ്റിനെ ഞാൻ COHCl ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് എന്താ ബി കിട്ടാ? എടാ ഒന്നുകൂടെ പറഞ്ഞടാ, എനിക്ക് ക്ലിയർ ആവണില്ല. എന്താടാ? ആ, ബെൻസാൽഡിഹൈഡ് അങ്ങനെ പറഞ്ഞൂടെ നിനക്ക്? ബെൻസീൻ റിംഗിൽ CHO എന്ന് പറയണ നേരം നിനക്ക് ബെൻസാൽഡിഹൈഡ് എന്ന് പറഞ്ഞൂടെ? എന്നെ ടെൻഷൻ ആക്കാണ്ട്. ആ, CHO കിട്ടി. ആ CHOനെ ബെൻസീൻ റിംഗിൽ CHO അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ ബെൻസാൽഡിഹൈഡ് എന്ന് പറയാതായി. ബെൻസീൻ റിംഗിൽ CHO. ബെൻസാൽഡിഹൈഡിനെ ഞാൻ NaOH ആയിട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 2 പ്രൊഡക്ട്സ് കിട്ടും. അതാണ് എന്റെ സിയും ഡിയും. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആരും എനിക്ക് പറഞ്ഞുതരാ? ഒരു ആൽക്കഹോൾ കിട്ടും, ഒരു സോഡിയം സോൾട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞു തന്നിട്ട്. സാൻമരിയ പറഞ്ഞു. പറഞ്ഞോ. ബെൻസീൻ റിംഗില് ഒരു ആൽക്കഹോൾ CH2OH, പിന്നെന്താ കിട്ടാ? ഒരു സോഡിയം സോൾട്ട് COONA. ഓക്കെ, അപ്പൊ ഇത് എ, ഇത് ബി, ഇത് സി, ഇത് ഡി. ഓക്കെ ആണോ? ഈ റിയാക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ടായതോ ഞാൻ? കൺഫ്യൂഷൻ ആയ സാൻമരിയ? ആ റിയാക്ഷൻ അങ്ങനെയാ. കേൾക്കാൻ പറ്റുന്നില്ല? സാൻമരി പറയുന്നത് എനിക്ക് ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ വിചാരിച്ചു സംസാരിക്കാത്തതാണെന്ന്. ഇല്ല, ഇങ്ങോട്ട് സൗണ്ട് വരുന്നില്ല. എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കുഴപ്പമില്ല, ഇറ്റ്സ് ഓക്കെ. ഓക്കെ, യെസ് ഷംസീന. ഇതൊക്കെയാണ് പ്രൊഡക്റ്റ് എ, ബി, സി ആൻഡ് ഡി. അടുത്ത നോക്കിക്കോ. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് എത്തനോൾ ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് മീതോക്സിമീഥേൻ. മീതോക്സിമീഥേൻ എന്ന് പറഞ്ഞാല് CH3OCH3, അതായത് ഒരു ഈതർ ആണ്. ഈതറിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് ഹയർ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. എത്തനോൾ എന്ന് പറഞ്ഞാല് ആൽക്കഹോൾ ആണ്. ആൽക്കഹോൾസ് ഈസിയർ ആയിട്ട് ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യും. മീതോക്സിമീഥേൻ എന്ന് പറഞ്ഞാല് ഈതേഴ്സ് ആണ്. അവർക്ക് ഹൈഡ്രജൻ ഉണ്ടോ? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ ഇല്ല. അപ്പൊ ബോയിലിംഗ് പോയിന്റ് കുറവായിരിക്കും. ആൻസർ വേണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, എഴുതി എന്തെങ്കിലും ചെയ്തോ. അപ്പൊ ഹൈഡ്രജൻ ബോൺസ് ഉണ്ടാവുമ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും ഹീറ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് എത്തനോളിന്റെ ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. മീതോക്സിമീഥേനിൽ അങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്ന ഒരു കേസ് ഇല്ലാത്തത് കൊണ്ട് അങ്ങനത്തെ സ്ട്രോങ് ബോണ്ടുകൾ ഒന്നും നിലനിൽക്കുന്നില്ല. ഈസി ആയിട്ട് ബോണ്ടുകൾ ബ്രേക്ക് ചെയ്യാം. അതുകൊണ്ട് അത്ര ഹയർ ആയിട്ടുള്ള ഒരു ബോയിലിംഗ് പോയിന്റ് ആയിരിക്കില്ല ഉണ്ടാവുക. ഇത് മൊത്തം എന്തായാലും എഴുതണ്ട. ഇതിപ്പോ എഴുതണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഒരു അരമണിക്കൂർ നിങ്ങൾക്ക് തരണ്ടേ? നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പിള്ളേരല്ലേ. അപ്പൊ അതുകൊണ്ട് എന്റെ മക്കൾ ആവശ്യമുള്ള സമയം എടുത്താൽ മതി അതിനകത്തുനിന്ന്. ഒരു 2 minutes എടുത്തിട്ട് ആ 2 കാര്യങ്ങളും മെത്തോക്സിമീഥേന്റെ കാര്യവും അതുപോലെ തന്നെ നമ്മുടെ എത്തനോളിന്റെ കാര്യം ഒന്ന് ഷോർട്ടാക്കി എഴുതാം. ഇത്രയും ചെയ്താൽ മതി.
കഴിഞ്ഞോ? ഇല്ല, എഴുതിക്കോ. കഴിഞ്ഞോ? ഇനി നിങ്ങള് എത്തനോളിന്ന് എത്തനാൾ ഉണ്ടാക്കി താഴെ തന്നെ ട്രൈ ചെയ്തോ. എത്തനോൾ ടു എത്തനാൽ. ഒരു സിമ്പിൾ മെത്തേഡ് ഉണ്ട്. എത്തനാൽ ഓർമ്മ ഉണ്ടോന്ന് നോക്ക്. C2H5OH C2H5CH. എന്തോ ഒരു സാധനം ഇടാ, ഹീറ്റ് ചെയ്യാ. ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഞാൻ വേണമെങ്കിൽ തരാം, 573 കെൽവിൻ. എന്ത് സാധനമാണ് ഇടണ്ടേന്നൊന്ന് ആലോചിച്ചെടുത്താ മതി. നിങ്ങൾ പഠിച്ചതല്ലേ? യെസ്, വെരി ഗുഡ്. കോപ്പർ. ഓക്കെ, എത്തനോൾ എന്ന് പറഞ്ഞ ആൽക്കഹോളിലേക്ക് കുറച്ച് കോപ്പർ പൊടിച്ചത് ആഡ് ചെയ്യുക. കുറച്ച് ഹയർ ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചറിൽ ഒന്ന് ഓവർ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആൽഡിഹൈഡ് കിട്ടും. ഓക്കെ, എത്തനോളിന്റെ വേപ്പേഴ്സ് എടുക്കുക, നല്ല പോലെ കോപ്പറിക്കോടെ ഹീറ്റ് ചെയ്ത് പാസ് ചെയ്യുക. അപ്പൊ ഡീഹൈഡ്രോജിനേഷൻ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽഡിഹൈഡും വാട്ടറും കിട്ടും. ഓക്കെ, കഴിഞ്ഞ ആൾക്കാർക്ക് ഇത് എഴുതി കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. ബാക്കി ആർക്കെങ്കിലും എഴുതാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ ബാക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ ഗൈസ്, ബൈ. അപ്പൊ അടുത്ത ക്ലാസ്സിലൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് വരാം. നിങ്ങൾ പഠിച്ചിട്ട് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ഇല്ല ക്ലാസ്സുകൾ കൊണ്ട്. ക്ലാസ് മിസ് ചെയ്യാതിരിക്കുക. അപ്പൊ ജോയിൻ ചെയ്യണം അടുത്ത ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചിട്ട്. ഓക്കെ, ബൈ ഗൈസ്. അപ്പൊ ഗുഡ് നൈറ്റ്.